சேட்டா வாங்க வாங்க. നാട്ടിലെ என்ன சமாச்சாரம் சேட்டா? എന്ത് സമാചാരം എന്നും ഉള്ളത് തന്നെ. അമ്മയെ ഡോക്ടറെ കാണിച്ചു, മൂത്ത ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. சேட்டா சேட்டா, இன்னைக்கு சாயந்தரம் 8 மணிக்கு சன் டிவில என் தலைவர் எம்ஜிஆர் படம் போடுறாங்க. அது எனக்கு നോക്കണം. പാക്ക് പാക്ക്. പാക്ക് എങ്ക പോയി ഞാൻ മേടിക്കുന്നത്? പാക്കല്ല, പോയി സിനിമ കാണാം. വേഗം ജോലിയൊക്കെ തീർത്ത് നമ്മുടെ ഹരിഹരസ്വാമിയുടെ ഫ്ലാറ്റിൽ ചെന്ന് കാണാം. ஐயோ, அந்த மாமி வீட்டுக்கா? என்னால முடியாது சாமி. உட்கார்ந்தா குத்தம், நின்னா குத்தம், நடந்தா குத்தம், உள்ள வந்தா குத்தம், வெளியில போனா குத்தம். அங்க படம் നോക്ക முடியாது. എനിക്കൊന്നും മനസ്സിലായില്ല. பார்க்க முடியாதுன்னு பறஞ்சனுங்க. ஆமா அப்பா, அந்த ஐயரம்மா ரொம்ப தொல்லையா இருக்கும். D20 വാടകയ്ക്ക് കൊടുക്കാതിരിക്കുന്ന ഫ്ലാറ്റ് അവിടെ പോയി കണ്ടോ? ஐயோ, அங்க ரொம்ப டஸ்டா இருக்கு. നീ ക്ലീൻ ചെയ്തോ, കാശ് ഞാൻ തരാം. அப்பா இதுதான் அப்பா, சூப்பர் அப்பா. സൂപ്പറാപ്പ, പോടാ. போங்க சேட்டா. ഓ വരുന്നു വരുന്നു വരുന്നു. മാസാ സകലത്തിന്റെ ചവിട്ടി നിർത്തി. അളി പിടിച്ച് നിർത്തി. ചവിട്ടിയെ പിടിച്ചാൽ ഞാൻ നിർത്തിക്കോളാം. അതിന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. എനിക്കും വണ്ടിക്കും നല്ല കൺട്രോളാ. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ട സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ യാതൊരു നിയന്ത്രണാവിന്റെ നിയന്ത്രണം വിടും. നിയന്ത്രണം വിട്ടോന്നൊരു സംശയം. അല്ല, ഇത് ഡിംലാർക്കാണല്ലോ. ടോട്ടൽ ഡാർക്കിലാണല്ലോ. വല്ലി വളരെ പൊന്നുമണി ഉറക്കോ. പട്ടിയും കൂട്ടയും ചാക്കൊക്കെ എടുത്തോ. ഡില്ലാർ സാർ വന്നു. சரி சரி சரி. ഇതിന്റെ അകത്ത് നല്ല ബെസ്റ്റ് പൊരിച്ച മീനുണ്ട്. അത് ഉണക്കി അല്ല, ഉണക്ക മീനുണ്ട്. അത് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാൻ പറ്റിയ പരുവത്തിലല്ലേ വരവ്. ഈ മനുഷ്യൻ എന്നെ നാണം കെടുത്തി അടങ്ങും. നാണം കെടുത്തുന്നത് കഷ്ടം കാത്തി ബ്ലൗസ് ഇട്ടിരിക്കണം. നീയാ? അതെ ഞാനാ? എന്റെ കർത്താവേ, നാളെ കാലത്ത് ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. രണ്ട് കണ്ണുകൊണ്ട് നോക്കണേ, പോരെങ്കിൽ കണ്ണട വെച്ച് നോക്ക്. എന്റെ കണ്ണിനല്ല കുഴപ്പം, നിങ്ങളുടെ തലയ്ക്കാ കുഴപ്പം. അതേടി, എന്റെ തലക്ക് കുഴപ്പടി. അതുകൊണ്ടാണല്ലോ നിന്നെ പോലത്തെ ചരക്കിനെ കെട്ടിയെടുത്തത്. നിന്റെ ആഫീസറുകളേക്ക് ആഫീസിന് മതി. ഇത് വീട്, ഇവിടുത്തെ ആഫീസർ ഞാനാണ്. പറഞ്ഞത് കേട്ടില്ലേ? കൊണ്ടുപോയി പൊരിക്കണേ, കൊണ്ടുപോയി പൊരിക്കണേ. പൊരിക്കില്ല. പൊരിക്കില്ലേ? ഇല്ല. പൊരിക്കില്ലോടി. മനസ്സില്ല. ഇല്ല. കുമ്പളാക്കി അറിഞ്ഞോലോടി. അപ്പ കോഴി. അയാളുടെ വെള്ളവടി കാരണം ഇതൊക്കെ നടക്കുന്നു. ഒരു ദിവസത്തേക്കായി. ഓടി, ഒരാഴ്ചത്തേക്കുള്ള വാങ്ങിയായി. അയ്യേ, ഇതൊക്കെ കണ്ട് ഇവിടെ തലകുത്തി മറിഞ്ഞ് വല്ല കോച്ചോ കൊളുത്തോ വന്ന എണ്ണയും തൈലമൊക്കെ വാങ്ങിച്ചാൽ എന്റെ കാശില്ല പറഞ്ഞേക്കാം. നിന്റെ തള്ള വല്ലിയായിരിക്കും. ചെന്ന് വായ തുറന്നു കൊടുക്ക്. തൊറയപ്പ ഇങ്ങനെ പോയാൽ നിന്നെ തറയപ്പനാക്കും. വാച്ച്മാൻ ആണെന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിച്ചില്ല മാവ. ഇതേ പിള്ളേരെ മാവ. ഇവിടുത്തെ വാച്ച്മാന്റെ പിള്ളേരാ ടി വി കാണാമെന്ന. അതെന്റെ അമ്മയോട് പോയി പറയും ഇങ്ങോട്ട് വരണ്ട, കറണ്ട് ഇല്ല. ഇറങ്ങാനോ? ഇപ്പൊ ഒന്ന് കേറുള്ള മാവ. കുറച്ച് കഴിഞ്ഞിട്ടാ റെസ്റ്റ് എടുക്കാൻ പോകണം. വല്ല കഴിക്കണ്ടേ? ഞാൻ ഒറ്റത്തടി ആയതുകൊണ്ട് ഇവിടെ പാചകമില്ല. ഇവിടെ അടുത്തൊരു കടയും ഇല്ല. സാരമില്ല, നമുക്ക് അങ്ങ് ദൂരെ കടയിൽ പോയി കഴിക്കാം. നിന്റെ കാശുണ്ടല്ലോ. അമ്മാന്റെ അടുത്ത് കാശുള്ളപ്പോ എനിക്കെന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നാട്ടിൽ തൊഴിലൊന്നുമില്ലാതെ വന്നപ്പോ കടവായി, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കടക്കാരെ പിന്നാലെ കൂടി, ആകെ നാണക്കേടായി. നാട്ടുകാരെ മുന്നിൽ മാനം രക്ഷിക്കാൻ ചേച്ചിയുടെ വളയടിച്ച് മാറ്റി വിറ്റ് കടം തീർത്തു.
ആ മോഷണം പിടിക്കപ്പെടുന്നായപ്പോ വീട്ടുകാരന് മുന്നിൽ മാനരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ടു. ദാറ്റ്സ് ഓൾ. സോ സിമ്പിൾ. സോ സിമ്പിൾ. അതിരിക്കട്ടെ, നിനക്ക് എന്റെ ഇവിടുത്തെ അഡ്രസ് എങ്ങനെ കിട്ടി? അതൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു ബാബ. പറയാം. ചുരുക്കി പറ. വസുമതി അമ്മായോട് പലവട്ടം അമ്മാവന്റെ അഡ്രസ് വെച്ചു. പലതും പറഞ്ഞൊഴിഞ്ഞു. എന്റെ നമ്പറിലൊന്നും അമ്മായി വീണില്ല. ഹോ, അതങ്ങനെ വീഴും. ഈ അമ്മാവന്റെ അല്ലേ ഭാര്യ. ഒടുവിൽ പണ്ടെപ്പോഴോ അമ്മാവനൊരു കത്ത് അമ്മായി പോസ്റ്റ് ചെയ്യാൻ തന്നിരുന്നു. ഞാനത് പൊട്ടിച്ചു വായിച്ചു. ഉഗ്ര പരമലേഖനം. ആ അഡ്രസ് എന്റെ പക്കലുണ്ടായിരുന്നു. എല്ലാം കറക്റ്റ് ആയിരുന്നു. എന്റെ നല്ല കാലം, എന്റെ കഷ്ടകാലം. என்னங்க உங்களுக்கு ஊர்ல ஒரு சிஸ்டரும் அவங்களுக்கு இப்படி ஒரு அருமையான மருமகனும் இருக்குன்னு പറഞ്ഞതേ ഇല്ലല്ലോ. അത് വലിയ ഞാൻ சொல்ல മറന്ന കഥ. അങ്ങനെ ഓർമ്മിച്ച് പറയാൻ തുടങ്ങിയ പല പല ബന്ധങ്ങളുടെ ശേഖരങ്ങൾ ഈ ശേഖരമ്മാവന് പറയേണ്ടി വരും. എന്റെ അമ്മായി. അമ്മായിയോ? ആ സെക്യൂരിറ്റി ജബാൽ എന്നെ അമ്മായിനെ പരിചയപ്പെടുത്തി തന്നു. എല്ലേ വലിയ അമ്മായി. താങ്ക് യു. തീക്കട്ടയിൽ ഉറുമ്പരിക്കാൻ തുടങ്ങിയോ? എടാ കൊക്കു ജയബാല, നീ ചതിച്ചു. ഉഗ്രൻ ചാപ്പാടാണല്ലോ. ഡെയിലി ഇങ്ങനെയാ? ഓ, ഡെയിലി ഒന്നുമില്ല, വല്ലപ്പോലും இல்ல, ஆഴ്ചக்கு 2 ദിവസം இருக்கும். ஆண்டவா, அந்த டில்லார் சாருக்கு தீர்க்காயுசு கொடுக்கணும். சேட்டா சேட்டா, அந்த டில்லாருக்கு தினமும் ஒரு ஆப்ப வாங்கி தள்ளுங்க. டில்லார்க்கா? ஆப்பா? ആപ്പല്ല, ഹാഫ്. ஆமா. அனுஜா, டேஸ்ட் எப்படி? ടേസ്റ്റാ? அது அது ருചി ருചി. നല്ല രുചി. നന്നായിട്ടുണ്ടോ അമ്മായി? താങ്ക്സ്. ഡോണ്ട് മെൻഷൻ. നന്നാവും. ഓസിന് കിട്ടിയ ആസിഡിന് വരെ നല്ല രുചി വന്നു. അവിടെ ഉണ്ണിക്കുട്ടനും സരളമോളും ചക്കപ്പുഴുക്ക തിന്നുന്നത്. ചക്ക പുഴുത്തതല്ല, ചക്ക പഴുത്തത്. നാട്ടിലിപ്പോ ചക്കയുടെ സീസൺ അല്ലല്ലേ? எனக்கு ஊர்ல இருந்து வரும்போது ஒரு சக்கை கொண்டு வா. നാട്ടിൽ പോയിട്ട് വേണ്ടേ ചക്ക കൊണ്ടുവരാൻ. അമ്മ ചക്കൻ കറി എടുത്താൽ നല്ല ടേസ്റ്റ്. ഇവനിനി മസിൽ പെരുക്കിയിട്ട് വേണം ഭൂഗോളം താങ്ങി നിർത്താൻ. ഒടുക്കത്തെ മഞ്ഞും തണുപ്പും കൊതുകടിയാണ്. മനുഷ്യൻ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ ഇനി പോലെ വലിയ കിടപ്പ് ശരിയാവില്ല. പാവം രാജകുമാരനല്ലയോ കൊതുക് വലയിട്ട സപ്രപഞ്ച കട്ടിൽ കിടത്തി ഉറക്കാൻ. അത് മനഃപൂർവ്വം എന്നെ ഒതുക്കാനുള്ള അമ്മാവന്റെ നമ്പറാണെന്ന് എനിക്ക് മനസ്സിലായി. എടാ നനഞ്ഞട കുടിച്ചോ, പക്ഷെ അവിടെ കിണറാക്കരുത്. എനിക്കിതൊക്കെ കാണുമ്പോ ഇതെന്താ ഫുഡാണോ? ഒരു നാറിയ തലങ്ങാനും കീറിയ ഷീറ്റും പിന്നെ അമ്മാൻ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. ഓഹോ. എടാ 3 വയസ്സിൽ നാട്ടിൽ കിടന്നു മുള്ളിയതിന്റെ നാറ്റം ഇവിടെ എങ്ങനെ വരാനാ? പിന്നെ ഷീറ്റ് നാറുന്നതോ? അതവനാ പൊന്നുമണി. ശിശുവല്ലയോ, ഉണ്ണിമൂത്രം പുണ്യാഹാ. മൂത്രം ആ കാപ്പി. ഇതും പുണ്യാഹത്തിലാണോ? വേണമെങ്കിൽ മോന്തടാ. താങ്ക് യു. ഇതിലെ കാപ്പിപ്പൊടി പഞ്ചസാര ഇട്ടില്ലല്ലോ. അങ്ങനെ തോന്നുന്നില്ലല്ലോ. എല്ലാ തോന്നലും ശരിയാകണമെന്നില്ലല്ലോ. ചിലപ്പോ ഇന്നലത്തെ കാപ്പിപ്പൊടി അരിച്ചു പെറുക്കി ഇതിലിട്ടതായിരിക്കും. അതിനൊരു പ്രത്യേക പേരുണ്ട്, ഊറ്റ്. ചാമ്പിക്കോ. അയ്യേ, എനിക്ക് ഊറ്റ് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അത്രയും ലാഭം. നീ എനിക്ക് സമ്പാദിച്ചെന്നിട്ടൊന്നുമില്ലല്ലോ കാപ്പിയും ചാപ്പിയും ഒക്കെ ഇട്ട് സൽക്കരിക്കാൻ. എടാ മറ്റുള്ളവന്റെ ഔദാര്യത്തിൽ ജീവിക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വല്പം സഹിക്കേണ്ടി വരും. വേണ്ടെങ്കിൽ വേണ്ട, വണ്ടി സ്റ്റാൻഡ് വിട്ടോ. ഉരുളക്കിഴങ്ങ് പിറക്കി വെച്ചോലെ ദേഹം ആസകല ഉണ്ടല്ലോ. മെയ്യാനെങ്കിൽ ജീവിക്കടാ. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അമ്മാവ, എനിക്കൊരു ജോലി വാങ്ങിച്ചതാ. ഈ അമ്മാവനെ പോലെ വല്ലവരുടെ വീട്ടുകാവൽ നിൽക്കുന്ന വാച്ചർ പണി വേണ്ട, കുറച്ച് കൾച്ചറുള്ള പണി മതി. പിന്നെ കാതർക്കാന്റെ കടയിലിരിക്കുന്ന ചരക്കല്ലയോ കൾച്ചറുള്ള ജോലി 1 കിലോ വാങ്ങിത്തരാൻ. അത് അന്വേഷിക്കണം. അതെ, അന്വേഷിക്കണം. അത് ഞാനോ? പിന്നെ ഞാനോ? എനിക്കൊരു ആരെ അറിഞ്ഞൂടാ. ആരെ അറിഞ്ഞൂടാത്ത നാട്ടിൽ നിന്നെ എന്തിനാണ് കെട്ടിയെടുത്തത്? അതിവിടെ അമ്മാവൻ ഉള്ളാറും കൊണ്ടല്ലേ. ഈ അമ്മാവൻ ചത്തുപോയിരുന്നെങ്കിലോ? അതിന് ചത്തില്ലല്ലോ. എനിക്കൊരു പണി വാങ്ങി തന്നിട്ട് അമ്മാവനെ കൊന്നിട്ട്, അയ്യോ അല്ല സോറി, അമ്മാവനെ ചാവാൻ സമ്മതിച്ചു. അതിനു മുമ്പ് നിന്റെ അന്ത്യകുദാശ നടത്തൂടാ അമ്മാവാ. ഈ കോഴി അടയിരിക്കുന്ന പോലെ പോകുന്നിടത്തൊക്കെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സ്വഭാവം ഈ നാട്ടിലും ആ നാട്ടിലും ഞാൻ പാട്ടാക്കും. വേണ്ട മോനെ, വേണ്ട മോനെ, ജോലി വേണം, ജോലി വേണം. നീ ഒന്ന് അടങ്ങ് മോനെ. അമ്മ ശ്രമിക്കാം.